സെന്റ് ജോസഫ്സ് കോൺവെന്റ് സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കുറുപ്പമ്പടി പോലീസ് സബ് ഇൻസ്പെക്ടർ അബി കെയും ക്ലാസ് നയിച്ചു. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേഷൻ എസ്ഐ അബി കെയും ക്ലാസിന് നേതൃത്വം നൽകി. ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ലഹരി വിരുദ്ധ പ്രോജക്റ്റിൻ്റെ ഒരു അഡ്രസ്സിങ്ങും കൂടി, ഒരു ബോധവൽക്കരണം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കുട്ടികൾ നാളെയുടെ പൗരന്മാരാണ്. അവർക്ക് ലഹരി മാഫിയയുടെ കെണികളിൽ വീഴാതെ എങ്ങനെ തൻ്റെ ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കാം, ലഹരി മാഫിയയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം സ്കൂൾ തലങ്ങൾ മുതൽ അല്ലെങ്കിൽ പേരൻറ്റിങ്ങിലും സ്കൂൾ തലത്തിലും എങ്ങനെ വിജയകരമായി പ്രാവർത്തികമാക്കാം എന്നുള്ള ഒരു കൃത്യമായ മോട്ടിവേഷനും അവയർനെസ്സുമാണ് ഉദ്ദേശിക്കുന്നത്. അത് ലഹരിക്കെതിരെ മാത്രമല്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ജീവിതമാണ് ലഹരി എന്നുള്ള സന്ദേശം, അല്ലെങ്കിൽ ലീഡർഷിപ്പാണ് ലഹരി, വിദ്യാഭ്യാസമാണ് ലഹരി, ജീവിതമാണ് ലഹരി. സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ പുല്ലുവഴി സെൻറ്റ് ജോസഫ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കും അവരുടെ പേരൻസിനുമായിട്ട് കൃത്യമായിട്ട് ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പേരൻറ്റിങ്ങും മോട്ടിവേഷനും ലഹരി മാഫിയയ്ക്കെതിരെയുള്ള ബോധവൽക്കരണവും കുറുപ്പമ്പടി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുകയാണ്. ഈ പോരാട്ടത്തിൽ എല്ലാവരും ഓപ്പറേഷൻ തൂഫാൻ വാരിയേഴ്സായി മാറുവാനും അതിൽ പങ്കാളിയാവാനും അഭ്യർത്ഥിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങൾ, ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിച്ചു. ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിൽ വിദ്യാർത്ഥികളുടെ പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ സിസ്റ്റർ അനൂപ, മാനേജർ സിസ്റ്റർ ജൂലി, പുല്ലുവഴി സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ പോൾ ചുള്ളി, PTA പ്രസിഡന്റ് ജോൺ എം രാജ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രായമംഗലം.